ലൈംഗിക പീഡന പരാതിയിൽ രാജി ആവശ്യം ശക്തമായിരിക്കെ മുകേഷ് എംഎൽഎക്ക് ഇന്ന് നിർണായക ദിനമാണ്. തിരുവനന്തപുരത്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. ഈ യോഗത്തിൽ രാജിക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സമ്മർദ്ദം ശക്തമായിരിക്കെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സുരക്ഷയിൽ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മുകേഷ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചില്ലെന്നും അഭിഭാഷകൻ ജിയോ പോൾ പ്രതികരിച്ചു. പ്രതികരണം കേൾക്കാം. മുകേഷ് വരേണ്ടതുണ്ട്. അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനെ ചോദ്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ തയ്യാറാണ്. ചോദ്യം ചെയ്യാൻ എനി ടൈം വി ആർ റെഡി. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, എം മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിയിലേക്ക് തന്നെ എത്തുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും അഭിഭാഷകൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. എങ്കിലും നമുക്ക് അദ്ദേഹം ഇന്ന് എത്തി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ചയിലേക്ക് പോകും. എങ്ങനെയാകണം തുടർ നിലപാട് എന്നതിലൊക്കെ തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. അനുജ, 3-ാം തീയതി വരെയാണ് മുകേഷിന് നോട്ട് ടു അറസ്റ്റ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് മുകേഷ് കൊച്ചിയിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. അഭിഭാഷകനും ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എവിടെ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്നതിൽ ഒരു വ്യക്തതയില്ല. നമ്മൾ നിലവിലുള്ളത് അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ ഓഫീസിലാണ്. എവിടെ വെച്ചായിരിക്കും, ഓഫീസിലാണോ അതല്ല എങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ചാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഉറപ്പായും ഒരു രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ചയായിരിക്കും. മുകേഷ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ എന്തായാലും ഈ ഘട്ടത്തിൽ തയ്യാറാകില്ല. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും, ഒരു തീരുമാനം വന്ന ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തന്നെ തയ്യാറാകുക. അഭിഭാഷകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മുകേഷിന് ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘം ഇതുവരെ മുകേഷിനെ ബന്ധപ്പെട്ടിട്ടില്ല. ഏത് ഘട്ടത്തിൽ ബന്ധപ്പെട്ടാലും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണ്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് മുകേഷിനെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം മുകേഷിനെ സമീപിക്കുക ചോദ്യം ചെയ്യലിന് വേണ്ടി എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതൊരുപക്ഷെ 3-ാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക. മുകേഷിന്റെ ജാമ്യ ഹർജിയെ, ഇന്നലെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു, മുകേഷിന്റെ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന്. പക്ഷേ അതിനെ പൂർണ്ണമായും മുകേഷിന്റെ അഭിഭാഷകൻ തള്ളുകയാണ്. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കാനുള്ള സമയം പ്രോസിക്യൂഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം ലഭ്യമായത്. ഒപ്പം മറ്റു ചില സാങ്കേതിക കാരണങ്ങളും അനുകൂലമായി എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. മുകേഷ് കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, ഇതിൽ നമ്മൾ അഭിഭാഷകനോട് ചോദിക്കാൻ ശ്രമിച്ചോ വിഷ്ണു? അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് എന്നൊരു വിശദീകരണമാണല്ലോ എം മുകേഷ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണ കുറിപ്പ് പുറത്തിറക്കിയതിലുമൊക്കെ അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അത് എത്രത്തോളം നിലനിൽക്കുന്ന വാദമാണ് എന്ന് നമ്മൾ അഭിഭാഷകനോട് ആരാഞ്ഞോ? അനുജ, അതിലൂന്നി തന്നെയായിരിക്കും മുകേഷിന്റെ പ്രതിരോധം. അതുതന്നെയായിരിക്കും കോടതിയിൽ ഏറ്റവും ശക്തമായ വാദമായി മുകേഷ് ഉന്നയിക്കുക എന്നുള്ള സൂചനയാണ് അഭിഭാഷകൻ നൽകിയത്. ചില തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നും മുകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുകേഷ് പത്രക്കുറിപ്പായി ഇറക്കിയ കാര്യം തന്നെയായിരിക്കും കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹാജരാക്കുക. അതിലൂടെ കടുത്ത പ്രതിരോധം തീർക്കാനാകുമെന്നും അതോടൊപ്പം തന്നെ ഇത് ഈ FIR അടക്കം ക്വാഷ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനാകുമെന്നാണ് ഇപ്പോഴും മുകേഷിന്റെ അഭിഭാഷകനും മുകേഷുമെല്ലാം പ്രതീക്ഷിക്കുന്നത്. പരമാവധി തെളിവുകൾ തങ്ങൾക്കൊപ്പമുണ്ട്. ഇത് ഒരു മാനനഷ്ട കേസ് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കേസാണ്, ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി മാത്രമുള്ള കേസാണ് എന്ന വാദത്തിൽ അഭിഭാഷകനും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രഥമഘട്ടത്തിൽ പോലീസ് അത് പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കേസെടുക്കാനും ബലാത്സംഗ കേസ് ചുമത്താനുള്ള നടപടിയിലേക്കൊക്കെ പോയത്. ഇനി ഇത് എത്രത്തോളം ഈ ചുമത്തിയിരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് മെയിലിംഗിന്റെ എതിരെ പരാതി നൽകാതിരുന്നത്? പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ. ആ ഒരു കാര്യത്തിൽ കൂടി ഉത്തരം ഇവർക്ക് പക്കലുണ്ട് വിഷ്ണു.
അനുജ, തീർച്ചയായും അത്തരം ഉത്തരം തങ്ങളുടെ പക്കലുണ്ട്. അത് കോടതിയിൽ ധരിപ്പിക്കും എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. ഒപ്പം ഈ ബലാത്സംഗം ഉൾപ്പെടെ ചുമത്തിയതിന് പോലീസുമായി അത്തരം വകുപ്പുകൾ ചുമത്തിയതിനും അഭിഭാഷകൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അത്തരം ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അവരുടെ തന്നെ വെളിപ്പെടുത്തലുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ അതെങ്ങനെയാണ് ഒരു ബലാത്സംഗ കുറ്റം ചുമത്തുന്നതിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. എന്തായാലും കോടതിയിൽ തങ്ങൾ നിരത്തുന്ന വാദങ്ങൾ അത് കൃത്യമായിരിക്കും, തെളിവുകളുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുകേഷ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. പല തെളിവുകളും മുകേഷ് ഇന്ന് തൻ്റെ പക്കലുള്ള തെളിവുകൾ ഇന്ന് അഭിഭാഷകന് കൈമാറുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. അനുജ, അതാണ് അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് മുകേഷ് എത്തുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ അങ്ങനെയുള്ള വിവരമല്ല, എന്നാൽ കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട് എന്ന് അഭിഭാഷകൻ പറയുന്നു.